1000 പവൻ സ്ത്രീധനം നൽകിയുള്ള വിവാഹം കേൾക്കുമ്പോൾ തന്നെ ആരായാലും അത്ഭുതം കൂറും. മകളെ ആവശ്യത്തിലധികം സ്വത്ത് നൽകിയാണ് ആലുവ തൈനോത്തിൽ റോഡിൽ അബ്ദുള്ളാഹിർ ഹസൻ എന്ന വ്യവസായി വിവാഹം ചെയ്തയച്ചത്. എന്നാൽ അവിടെ മരുമകൻ സ്വീകരിച്ചതാകട്ടെ നനഞ്ഞിടം കുഴിക്കുക എന്ന ശൈലി. പലപ്പോഴായി വിവിധ ആവശ്യങ്ങളുടെ പേരിൽ തട്ടിയെടുത്തത് 108 കോടിയിലധികം രൂപയും. ആലുവയിലെ വ്യവസായി മരുമകനെതിരെ ഉന്നയിക്കുന്ന പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ്. അംബാനി കുടുംബത്തിലെ സ്വത്ത് തർക്കങ്ങൾ വായിച്ചറിവുള്ള മലയാളികൾക്ക് നമ്മുടെ നാട്ടിലും 100 കോടി കവിഞ്ഞ തട്ടിപ്പ് പരാതി പുതുമയുള്ള കാര്യമാണ്. ഗൾഫിൽ സ്വന്തമായി വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തിയാണ് ആലുവ തൈനോത്തിൽ റോഡിൽ അബ്ദുള്ളാഹിർ ഹസൻ. വിദ്യാഭ്യാസ രംഗത്താണ് അദ്ദേഹം പണമിറക്കി വെന്നിക്കൊടി പാറിപ്പിച്ചത്. ഇതോടെ നാട്ടിലെയും ബിസിനസ്സുകളിൽ അദ്ദേഹം പണമിറക്കി. മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മരുമകനെ വിശ്വസിച്ച് ബിസിനസ്സിൽ ഇടപെടുവിച്ചതാണ് താൻ കബളിപ്പിക്കപ്പെടാൻ കാരണമെന്നാണ് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യവസായിയിൽ നിന്ന് മരുമകൻ 108 കോടിയിലധികം രൂപയും 1000 പവനും തട്ടിയെടുത്തെന്ന പരാതിയിൽ അന്വേഷണം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അടുത്ത ദിവസം അന്വേഷണം ആരംഭിക്കും. കാസർഗോഡ് സ്വദേശിയായ മരുമകൻ മുഹമ്മദ് ഹാഫിസ് പല ഘട്ടങ്ങളായി തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുത്തെന്നാണ് വ്യവസായി പരാതിയിൽ പറയുന്നത്. പല പദ്ധതികളുടെ പേരിലാണ് പണം തട്ടിയത് എന്നാണ് ലാഹിർ ഹസൻ ആരോപിക്കുന്നത്. അബ്ദുള്ളാഹിർ ഹസൻ NRI അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത്. അതുകൊണ്ട് പോലീസിന് തെളിവ് ശേഖരണം എളുപ്പമാകുമെന്ന് കരുതുന്നു. 5 വർഷം മുമ്പാണ് അബ്ദുള്ളാഹിർ ഹസൻ മകളെ ഹാഫിസിന് വിവാഹം ചെയ്ത് നൽകിയത്. പിന്നീട് പല പേരുകൾ പറഞ്ഞ് ഇയാൾ പണം തട്ടുകയാണ് എന്നാണ് പരാതി. തന്റെ കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നുവെന്ന് പറഞ്ഞ് പിഴ അടയ്ക്കാനെന്ന മട്ടിൽ 3.9 കോടി രൂപ വാങ്ങിയാണ് തട്ടിപ്പിന്റെ തുടക്കം. ബംഗളൂരുവിൽ കെട്ടിടം വാങ്ങാൻ പണം നൽകിയെങ്കിലും വ്യാജരേഖ നൽകി കബളിപ്പിച്ചു. ബോളിവുഡ് താരം സോനം കപൂറിനെന്ന പേരിൽ 35 ലക്ഷം രൂപയോളം ചെലവാക്കി വസ്ത്രം ഡിസൈൻ ചെയ്യിപ്പിച്ച് ബൊട്ടീക് ഉടമയായ തന്റെ ഭാര്യയെയും കബളിപ്പിച്ചു. സൽമാൻ ഖാനൊപ്പമുള്ള ചിത്രങ്ങളടക്കം ഹാഫിസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാഫിസും പിതാവ് ഷാഫിയും മാതാവ് ആയിഷയും പാർട്ട്ണർമാരായ കുതിരോളി ബിൽഡേഴ്സിലേക്കും തട്ടിയെടുത്ത പണത്തിൽ 7 കോടിയോളം രൂപയെത്തി. വിവാഹത്തിന് നൽകിയ 1000 പവൻ സ്വർണവും വജ്രവും അടങ്ങുന്ന ആഭരണങ്ങൾ വിറ്റുവെന്നും തന്റെ മകന്റെ ഭാര്യയുടെ പേരിലുള്ള 1.5 കോടി രൂപയുടെ റേഞ്ച് റോവർ വാഹനം കൈവശപ്പെടുത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മഹാരാഷ്ട്രയിലെ ടൂറിസം മന്ത്രി മംഗൾ പ്രഭാത് ലോധക്കിന് എറണാകുളത്തുള്ള തന്റെ വാണിജ്യ കെട്ടിടം കച്ചവടമാക്കാമെന്ന പേരു പറഞ്ഞും കബളിപ്പിച്ചു. മന്ത്രിയുടെ വ്യാജക്കത്തുണ്ടാക്കി 47 കോടി രൂപയാണ് തട്ടിയെടുത്തത്. പല ഘട്ടങ്ങളിലും പണം വാങ്ങുന്നതിനായി ഹാഫിസ് നൽകിയ ബിരുദ സർട്ടിഫിക്കറ്റും ഇയാൾ നൽകിയ രേഖകളുമെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതിനിടെ തന്റെ മകൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് ദുബായിലുള്ള തന്റെ അടുത്തേക്ക് പോന്നുവെന്നും അബ്ദുള്ളാഹിർ ഹസൻ പരാതിയിൽ പറയുന്നു.